കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ലഭിച്ച രഹസ്യ വിവരങ്ങളും ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പേര് വിവരങ്ങളും മാഫിയയുടെ വിവിധയിടങ്ങളിലെ പ്രവർത്തന ശൈലിയും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സമഗ്ര അന്വേഷണ റിപ്പോർട്ടാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. റിപ്പോർട്ട് പരിശോധിച്ച് വിശദ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളും ക്യാമ്പസുകളും ലഹരി വിമുക്തമാക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശ്രീകണ്ഠനാരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. കൗമാരക്കാരായ വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണലുകൾ വരെ ലഹരി മാഫിയയുടെ കാരിയർമാരായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന നിർണായക വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലെ ടെലിഫോൺ ടവറുകളും വൈദ്യുത പോസ്റ്റുകളും കേന്ദ്രീകരിച്ചു പോലും മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ വിതരണ ശൃംഖലയുണ്ടാക്കി. കുടുംബങ്ങളെന്ന പോലെ കാറിൽ സഞ്ചരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും വീടുകൾ കേന്ദ്രീകരിച്ച് വിപണനം നടത്തുന്നവരുടെ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളെയും കൊറിയർ സർവീസുകളെയും സ്വകാര്യ ദീർഘദൂര ബസ് സർവീസുകളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളും ഇറച്ചിക്കോഴിയും എത്തിക്കുന്ന വാഹനങ്ങളെയും മയക്കുമരുന്ന് സംഘങ്ങൾ ലഹരിക്കടത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്.